ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഗ്രാനിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രാനിൻ്റെ കാർ എസ്കേപ്പാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഗ്രാനിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ കാട്ടിലേക്ക് നിൽക്കുകയാണ്. തന്നെ ഗ്രാനിയുടെ പഞ്ഞിക്കിടാനുള്ള വഴി നോക്കാം. എടുക്കട്ടെ. ഇപ്പൊ തട്ടി താഴിട്ടു. അയ്യോ, തുടക്കം തന്നെ കുളമായി. എടുത്തിട്ട് ഇതിന്റെ ആടി പൂരിക്കുക. നമ്മുടെ ഗ്രാനി എത്തിയിട്ടുണ്ട്. എന്നെ കണ്ടെന്ന് തോന്നുന്നു. അതെ, കണ്ടു. അത് തിരിച്ചു പോയി കണ്ട് നമുക്ക് ഇറങ്ങി പോവാം. ഫ്രണ്ട്സ്, ഗ്രാനി താഴത്തേക്ക് വിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഗ്രാനിനെ കൊണ്ട് ആ പ്ലാൻ കഴിപ്പിച്ചു പറ്റാം. അവിടെ അടിച്ചു വെച്ചേക്കണേ. ആദ്യം ഇത് തട്ടി താഴണം, അല്ലെങ്കിൽ ഇതാണ് എപ്പോഴും പണിയണത്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെയല്ല, ചെറുപ്പം എടുത്ത്. ഓക്കെ, ഇനി ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഗ്രാനിയെല്ലാം അഴിച്ചു പറ്റുന്നുണ്ട്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഇച്ചിരി കുറക്കട്ടെ. ഓക്കെ, ഗ്രാനിയെല്ലാം നമുക്ക് അഴിച്ചു പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ട്, ആ പുള്ളിക്കാരത്തിയുടെ തലയുടെ മണ്ടായിരിക്കുന്നുണ്ട്. അത് മാറിപ്പോഴുമ്പോൾ അത് വീണ് ശബ്ദം കേൾക്കും. വീണ്ടും അവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതാണ് വെളിവില്ല. പെട്ടെന്ന് പോവും. എന്നിട്ട് വേണം നമുക്ക് പുകയ്ക്കാനായിട്ട്. ഒന്ന് പോന്ന്. ഓക്കെ, പോയിട്ടുണ്ട്. അത് തട്ടി മറിക്കരുത്. മറിച്ചില്ല. ഓക്കെ, പോയിട്ടുണ്ട്. ഓ, ആ വെയ്സിന്റെ അടിയിലേക്കായി പോയല്ലോ. ഓക്കെ, വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കയറിക്കോ. ഓക്കെ, ഗ്രാനി കണ്ടോ നോക്കാം. ഓക്കെ, വന്നു. പുള്ളിക്കാരത്തി ഇവിടെ വരുമ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. ഓക്കെ, പോരെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പഴയ പരിപാടി തന്നെ വീണ്ടും ചെയ്യാണ്. അവിടെ ചെയിൻ കട്ടർ ഇരിക്കുന്നുണ്ട്. ചെയിൻ കട്ടർ ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ജയിലിനകത്ത് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കണം. എന്നാലാണ് ചെയിൻ കട്ടറിന് ഉപയോഗമുള്ളൂ. ഓക്കെ, ഗ്രാനിനെ പൂട്ടിയിട്ടുണ്ട്. ഏതായാലും ചെയിൻ കട്ടർ എടുത്തേക്കാം. ഇവിടെ എന്തോ തിളങ്ങുന്ന പോലെ തോന്നി. ഇതായിരുന്നു മുകളിലായിരുന്നാ. എന്നൊക്കെ മുകളിൽ കൊണ്ടിട്ടേക്കാം. ഗ്രാനി ചത്തില്ല, അവിടെ ഒന്ന് നോക്കണുണ്ട്. ഓക്കെ, ഗ്രാനി തുളഞ്ഞു. അതിൻ്റെ ഉള്ളിൽ വെപ്പൺ കീ ഉണ്ട്. നമുക്ക് വെപ്പൺ കീ എടുത്ത് ആദ്യം തന്നെ നമുക്ക് വേണ്ട ഫ്രീസ് ട്രാപ്പാണ്. ഫ്രീസ് ട്രാപ്പ് ഉണ്ടെങ്കിലാണ് എളുപ്പം. നമ്മുടെ ക്രോസ് ബോ താഴെ ഇട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ട്രാങ്കുലൈസർ താഴെ പോവും. അതുകൊണ്ട് ഫ്രീസ് ട്രാപ്പാണ് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് അത് എടുക്കാൻ പോയാൽ ഞാൻ. ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതിനകത്തൊന്നുമില്ല. ഓക്കെ, നമുക്ക് ക്രോസ് ബോ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഹാമർ കിട്ടിയിട്ടുണ്ട്. അതിന് ഫ്രീസ് ട്രാപ്പും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫ്രീസ് ട്രാപ്പ് നമുക്ക് മുകളിൽ എവിടെയെങ്കിലും കൊണ്ടുവിടാം. എൻ്റെ ഹാമർ വെച്ച് ഇവിടെ ഒന്ന് തുറന്നു നോക്കണം. ഫ്രീസ് ട്രാപ്പ് നമുക്ക് ഏറ്റവും മുകളിൽ കൊണ്ടുവിടാം. അവിടെയാണ് ഗ്രാനി ചലനത്തിൽ സ്പോണാണത്. ഓക്കെ, ഫ്രീസ് ട്രാപ്പ് വിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഹാമർ എടുക്കാം. മീറ്റ് നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് ആ സ്പൈഡറിനെ ഗ്ലിച്ചടിപ്പിക്കുക. ഹാമറിന് ഇനി വേറെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ഹാമർ എന്തായാലും അവ കിടക്കട്ടെ. ഇപ്പോൾ ഗ്രാനി റീസ്പോൺ ആകാറായി കാണുമായിരിക്കും. ഇപ്പോൾ ഗ്രാനിനെ ഒന്ന് പഞ്ഞി കിടട്ടെ. ഓക്കെ, നമ്മുടെ ഗ്രാനി തീർന്നിട്ടുണ്ട്.
ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. പണ്ട് വേണം നമുക്ക് ആഞ്ചലീനെ ഫ്രീ ചെയ്യാനായിട്ട്. അവിടെ ഒന്നുമില്ല. അവിടെ ചില നേരത്തെ വീൽ ക്രാങ്ക് സ്പോൺ ആകാറുണ്ട്. ഓക്കെ, ഗ്രാനി അവിടെ ഐസ് കട്ട എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേ ഇവിടെ ട്രാപ്പൊക്കെ ഇട്ട് വെച്ചേക്കണു. മരിക്കുന്നു. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെ ബാധിക്കുന്ന അവിടെ എന്തോ അടിയിട്ടിരിക്കുന്നു തോന്നി. അതിൻ്റെ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ടാണ്. ഇവിടെ ഒന്നുമില്ല. പിന്നെ ഗ്രാനിയുടെ പെയിൻറ്റിങ്ങിൻ്റെ പീസ്. എനിക്ക് ഡേ 1 എസ്കേപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം. നമുക്ക് നോക്കാൻ പറ്റുമോ? ഓക്കെ, ഇതേ എൻജിൻ പാർട്ട് കിട്ടിയിട്ടുണ്ട്. കാർ എസ്കേപ്പിൻ്റെ ആദ്യത്തെ സാധനം നമുക്ക് കിട്ടി. ഇതുകൊണ്ട് കാറിനകത്ത് വെച്ചേക്കാം. ഇവിടെ ഒന്നും കാണില്ലല്ലോ. നോക്കട്ടെ. അവിടെ എൻജിൻ പാർട്ടുണ്ടെങ്കിൽ ആ ഡ്രോവറിലൊന്നും കാണില്ലായിരിക്കും. നമുക്ക് ആ ഫ്രിഡ്ജ് നോക്കാനില്ലേ? ഈ എൻജിൻ പാർട്ട് അതൊന്നും കൊണ്ട് നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻജിൻ പാർട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മേളിലേക്കൊന്ന് പോയി നോക്കാം. ഗ്രാൻഡിനെ കൊണ്ട് പ്ലാൻ കഴിച്ചില്ലായിരുന്നോ? അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഗൈസ്, ഫ്രിഡ്ജിനകത്ത് ബേർഡ് സീഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെസ്റ്റ് ബസിൻ്റെ അവിടെ കോഡ് വെച്ചിട്ടുണ്ട് 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്പൈഡർ സെല്ലാറിൽ പോകുമ്പോൾ അത് ആവശ്യം വരുമായിരിക്കും, ആ കോഡ്. ഓക്കെ, നമുക്കവിടെ തന്നെ ഫ്രഞ്ചല്ലേ ഇരിക്കണേ. ഫ്രഞ്ചിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെയിൻ കട്ടറിൻ്റെ ആവശ്യമുണ്ട്. ഈ പ്ലാങ്ക് ഇവിടെ പറഞ്ഞപ്പോഴത്തേക്കാം. ഓക്കെ, ഞാൻ പോയി ആ ചെയിൻ കട്ടർ എടുത്തോണ്ടിട്ടെ. ഗൈസ്, ഗ്രാനി റീസ്പോൺ ആയ കാര്യം ഞാൻ മറന്നുപോയി. കൊന്നില്ല, എന്നെ വന്ന് അടിച്ചിട്ടു. ഇപ്പോൾ ഡേ 1 എസ്കേപ്പ് മുടങ്ങിപ്പോയി. എനിക്ക് ഡേ 1 എസ്കേപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം. ഇപ്പോൾ തട്ടി താഴെ ഇട്ടു. അയ്യോ, തുടക്കം തന്നെ കുളമായി. എന്തായാലും കുഴപ്പമില്ല. ഇതിനുള്ള പ്രതികാരം ഞാൻ ഗ്രാനിയോട് ചെയ്തിരിക്കും. ഡേ 1 എസ്കേപ്പ് ആയിരുന്നു, എന്നെ പഞ്ഞിക്കിട്ടില്ലേ? ഇപ്പോൾ കാണിച്ചു കൊടുക്കുക. ഗൈസ്, ഗ്രാനി പോണുണ്ടോ? ഇനി ഗ്രാനിനെ വെറുതെ വിടത്തില്ല. ഞാൻ താഴത്തേക്ക് ആ ചെയിൻ കട്ടർ എടുക്കാൻ പോയതായിരുന്നു. അന്നേരപ്പോഴത്തേക്ക് ഗ്രാനി റീസ്പോണായി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ടു തന്നെ. ഓക്കെ, ഇനി ഗ്രാനി തീരാൻ പോവാ. ഇനി ഇച്ചിരൂടെ അലേർട്ടാവണം. വാ, പോരെ. കുറച്ചും എന്നെ പഞ്ഞിക്കിട്ടില്ലായിരുന്നോ? അതിനപ്പോൾ മാവി മാറിക്കൊന്ന് പോണ്ട വഴി തടഞ്ഞു നിർത്തിക്കുന്നു. ഓക്കെ, ഇനി പെട്ടെന്ന് പോയി ചെയിൻ കട്ടർ എടുക്കാം. ഈ സാധനം ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കണം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് റെഞ്ച് കിട്ടിയിട്ടുണ്ട്. ചെയിൻ കട്ടർ അവിടെ കിടക്കട്ടെ. ആ നേരം കൊണ്ട് എന്നെ പൂട്ടിയത്. ഓക്കെ, തുറക്ക്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മളെ പൂട്ടി കിട്ടാൻ നമ്മളാ ജയില് പൊളിച്ചിറങ്ങി വരും. നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ഈ ഫ്രഞ്ച് കൊണ്ടാൽ നമുക്ക് അവിടെ കൊണ്ടിട്ടിട്ട് ഒന്നും കൂടെ ഗ്രാനിനെ പഞ്ഞിക്കിടാം. ഞാൻ ആദ്യം ഓർത്തില്ലായിരുന്നു ഇത്രയും പെട്ടെന്ന് ഗ്രാനി റീസ്പോൺ ആകുമെന്ന്. ഇത് അവിടെ കൊണ്ടിട്ടെ, ഇത് വിട്ടിരിക്കട്ടെ. ഒന്നും കൂടെ ഗ്രാനിനെ പഞ്ഞിക്കിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഗ്രാനിനെ വീണ്ടും കൊന്നിട്ടുണ്ട്. വീണ്ടും വഴി തടഞ്ഞു നിൽക്കുന്നു. ചേച്ചിയോടെ മാറ്റിയിടായിരുന്നു. സ്ക്രൂ ഡ്രൈവർ എടുക്കണ്ടേ? അപ്പോൾ ആ ക്രോസ് ബോ ഞാൻ താഴെ വെച്ചിരുന്നത്. അതും കൂടെ ഒന്ന് പോയി എടുക്കട്ടെ. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് പോയി അവിടെ ഞാൻ വെച്ചേക്കണം. അവിടെ സ്ക്രൂ ഡ്രൈവർ സീവില്. ഗൈസ്, എനിക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പാഡ്ലോക്ക് കൊണ്ടുപോയി നമുക്ക് ആ ഗേറ്റ് തുറന്ന് നോക്കാം. ഇല്ല, മറ്റേ സാധനം അത് തുറക്കണം. എന്തായാലും അത് പോയി തുറന്ന് നോക്കട്ടെ. എന്നിട്ട് ഒന്നും കൂടെ ഗ്രാനിനെ പഞ്ഞിക്കിടാം. നീ എപ്പോഴും പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലത്തെ പണി കിട്ടും. പക്ഷെ ഒന്നും കൂടെ പഞ്ഞിക്കിട്ടിട്ട് പറ്റേ. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം ഇവിടെ നോക്കിയായിരുന്നു. ഇതിനകത്ത് കാർക്കി ഇരിക്കുന്നുണ്ട്. കാർക്കി പോയി നമുക്ക് കാറിൻ്റെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കാം. അതിനകത്ത് തന്നെ ഇരിക്കണത്. എന്തെങ്കിലും കാർ എസ്കേപ്പിന് ആവശ്യമുള്ള സാധനം കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് വേണം മിക്കവാറും മെല്ലനായിരിക്കും അതിനകത്ത് കാണുന്നത്. നോക്കാം എന്നുള്ളത്.
ആ ഗൈസ് മെലൺ അതിനകത്തുള്ള മെലൺ പോയി ഒന്ന് മുറിച്ച് നോക്കട്ടെ. ഇനി നമുക്ക് കിട്ടാനുള്ള സ്പാർക്ക് പ്ലഗ് കിട്ടാനുണ്ട്. പിന്നെ കാർ ബാറ്ററി, സ്പാർക്ക് പ്ലഗും കാർ ബാറ്ററിയിലുള്ളൂ. ഇപ്പോൾ കാർ കീ കിട്ടി, പിന്നെ പാഡ്ലോക്ക് കിട്ടി. ഗ്യാസോലിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ള കാർ ബാറ്ററി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് പോയി ഇതിന് സ്പാർക്ക് പ്ലഗ് കിട്ടിയാൽ കൊള്ളായിരുന്നു. പിന്നെ മുറിയാസേ സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒറ്റയ്ക്കൊരു സാധനം കൂടെ കാർ ബാറ്ററി മതി. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഗ്യാസോലിന് നിറക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്യാസോലിൻ നിറക്കുന്നതിന് മുമ്പ് ഒന്ന് ഗ്രാനീനെ പഞ്ഞിക്കിടട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ഗ്യാസോലിൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർ ബാറ്ററി മാത്രം മതി. എനിക്ക് മിക്കവാറും സ്പൈഡർ സെല്ലാറിലായിരിക്കും കാണാതെ. അപ്പം അതിന് സ്ക്രൂ ഡ്രൈവറും വേണം, ഒരു വീൽ ക്രാങ്കും വേണം. വീൽ ക്രാങ്ക് അടുക്കളയിലുണ്ടോ എന്ന് നോക്കട്ടെ. അടുക്കളയിൽ ഓവനിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. ഞാൻ ഈ മാപ്പ് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്, അതെനിക്കറിയാവുന്നത്. ഓക്കെ, പിന്നെ സ്ക്രൂ ഡ്രൈവർ. ഗൈസ്, ഗ്രാനി റീസ്പോണായി. ഞാൻ ആ സ്പൈഡർ കീ വെക്കാൻ പോകാൻ നേരത്ത് എൻ്റെ പുറകെ വന്നുണ്ട്. ഇതേ വന്നു എൻ്റെ പൊന്നു. ഞാൻ മറ്റേ ഇല പോകാൻ പോവാ, മറ്റേ വഴി. ഓക്കെ, അതിലെ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് പഞ്ഞിക്കിടട്ടെ. ഓക്കെ, ഇനി ഗ്രാനിയുടെ അന്ത്യമാണ്. എന്തായാലും എന്നെ പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്പൈഡർ സെല്ലാറിലൂടെ എത്തിയേക്കുവാണ്. ഞാൻ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം വീൽ ക്രാങ്ക് ഒന്ന് കൊണ്ടുപോക്കട്ടെ. നമ്മുടെ 8 കാര്യത്തിലുള്ള അങ്ങോട്ട് പോയിട്ടുണ്ട്. അതേ കാർ ബാറ്ററി ഇതേയിരിക്കുന്നു. അപ്പോൾ കളി ജയിച്ചു. ഇത്രയേ ഉള്ളൂ, കളി തീർന്നു. ഓക്കെ, ഈ നേരത്ത് ഗ്രാനി റീസ്പോൺ ആവുമെന്ന് തോന്നുന്നു. നമ്മൾ റെഞ്ച് വെച്ച് മറ്റേ സാധനം ചെയ്തില്ലായിരുന്നല്ലോ, ശരിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, കളി തീർന്നു. ഗ്രാനീനെ ഒന്നും കൂടെ ഒന്ന് കൊല്ലണം. മറ്റേ നമ്മുടെ ആ മുറിയിലൊരു സാധനമില്ലേ, ഗ്രാനി എഴുന്നേക്കാറായെന്ന് അറിയത്തില്ല. എന്നാലും അത് കൊണ്ടിട്ട് നോക്കട്ടെ. ഒന്നും കൂടെ അത് പഞ്ഞിക്കിട്ടിട്ടേ ഞാൻ പോണുള്ളൂ. ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പൂട്ടിയിട്ടുണ്ട്. അവിടെ കിടന്ന് ചാകട്ടെ. ഇനി നമുക്ക് ആ ഫ്രഞ്ച് എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ആ എഞ്ചിനും കൂടെ ശരിയാക്കട്ടെ. അതും കൂടെ കഴിഞ്ഞാൽ കളി ജയിച്ചു. ഓക്കെ, എന്തായാലും ഒരു ഡേ 1 എസ്കേപ്പ് ചെയ്യണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ ഒരു പ്രാവശ്യം എന്നെ പിടിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അത്രയും പെട്ടെന്ന് റീസ്പോൺ ആവുന്നു. ഓക്കെ, ഗ്രാനി തട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇത് 3 ശരിയാക്കട്ടെ. ഓക്കെ, ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി അതും തുറക്കട്ടെ. ഓക്കെ, നമ്മൾ ആ ഷട്ടർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാർ കീ എടുത്ത് എസ്കേപ്പ് ചെയ്യാം. കാർ കീ ഡിക്കി വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ലെന്നാ എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പുറകോട്ട് പോയി, മുന്നോട്ട് പോയി, പുറകോട്ട്, മുന്നോട്ട്, ഒന്നും കൂടെ പുറകോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് കാർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഹാർഡ് എസ്കേപ്പാണ് ഗ്രാനിയുടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.